ശിവൻ, പ്രകൃതിയുടെ അമിതത്വത്തിൽ നിലകൊള്ളുന്ന ആധ്യാത്മിക ശാന്തിയുടെ പ്രതീകം. ലോകത്തിന്റെ സൃഷ്ടിയും നാശവും അവന്റെ മനസ്സിന്റെ ഒരു കോലാഹലം മാത്രം. പക്ഷേ അതിന്റെ ഉള്ളിലെ ഏകാന്തതയെയും തേടി പോകുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. പാർവതി, സതിയുടെ പുനർജനനം. ജനിച്ചപ്പോൾ തന്നെ ഒരു ദൈവിക പ്രണയത്തിന്റെ ലക്ഷ്യം ഹൃദയത്തിൽ പിടിച്ചെടുത്തു. മലകളിൽ ചാടി, പുഴകളിൽ കളിച്ച് അവളുടെ ഹൃദയം ശിവനോട് ചേർന്നതിന്റെ ഓർമ്മയുമായി തെളിഞ്ഞു. ശിവന്റെ ഹൃദയം നേടിയെടുക്കാൻ പാർവതി തപസ്സിന്റെ തീർത്ഥത്തിൽ കടന്നുപോയി. മഴയും കാറ്റും മലകളും മൂടലുകളും അവളെ ഭയപ്പെടുത്താനായില്ല. വർഷങ്ങൾക്കു ശേഷവും അവളുടെ ആത്മാർത്ഥ സ്നേഹം ശിവനെ പ്രഭാതകിരണത്തേക്കാൾ ശക്തിയായി ആകർഷിച്ചു. അവളുടെ സമർപ്പണം ശിവന്റെ ഹൃദയത്തെ ഉണർത്തി. കണ്ണുകൾക്കിടയിലെ ആദ്യ നിമിഷം കാലത്തെയും ലോകത്തെയും മറികടന്ന ഒരു ബന്ധം സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ ഹൃദയത്തിൽ ഒരേ ശ്വാസം പോലെ. നിന്റെ സ്നേഹവും സമർപ്പണവും എന്നെ കീഴടക്കി, ശിവൻ പറഞ്ഞു. അങ്ങനെ തപസ്സും ഭക്തിയും സ്നേഹവും ശക്തിയും ഒരുമിച്ചു ലോകത്തിനൊരു ദൈവിക പാഠം നൽകി. തണ്ഡവവും ലാസ്യവും സൃഷ്ടിയുടെ നൃത്തത്തിൽ ഒരുമിച്ചു തീർത്തു. ശിവനും പാർവതിയും നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം വെറും വികാരമല്ല, അത് ഒരു ശക്തിയും ആത്മാർത്ഥതയും ഭക്തിയുമാണ്.